ഹലോ നമസ്കാരം. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ശശി, സോമൻ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ 2020 ഏപ്രിൽ മാസം 1 ലക്ഷം രൂപ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതൊരു പക്ഷേ ഇക്വിറ്റി ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സപ്പോസ് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നാണ് കരുതുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ അവരൊരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് 2021 മെയ്, അതായത് ഒരു വർഷവും ഒരു മാസത്തിന് ശേഷം അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയായി. 2022 ജൂൺ, അതായത് പിന്നെയും ഒരു വർഷവും ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ടോട്ടൽ വാല്യൂ 3 ലക്ഷമായി. 2023 ജൂലൈ, അതായത് പിന്നെയും ഒരു വർഷം ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ടോട്ടൽ വാല്യൂ, അവർ ഇൻവെസ്റ്റ് ചെയ്ത ഓരോരുത്തരുടെയും ടോട്ടൽ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയായി മാറി. അപ്പോൾ ഇവിടെ സോമൻ 2023 ജൂലൈയിൽ എക്സിറ്റായി. ശശിയും 2023 ജൂലൈയിൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റായി. അതായത് രണ്ടുപേരും ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരേ സമയം എക്സിറ്റ് ആവുകയും ചെയ്തു. ഈ 2023 ജൂലൈയിൽ എക്സിറ്റ് ആയപ്പോൾ സോമന് 4 ലക്ഷം രൂപയാണ് കിട്ടിയത്. അപ്പോൾ അതിൽ സോമന് ലാഭം എന്ന് പറയുന്നത് 4 ലക്ഷം മൈനസ് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് അത് 3 ലക്ഷം രൂപ ലാഭം. ഈ 3 ലക്ഷത്തിൽ സോമന് 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ലാഭത്തിന് 10% നമുക്ക് അറിയാം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് ഒരു വർഷത്തിന് മുകളിലാണ് ഹോൾഡിങ്ങിൽ വരുന്ന ടാക്സാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഈ ടാക്സ് സോമന് അടയ്ക്കേണ്ടി വന്നത് 20,000 രൂപയാണ്. അതായത് 2 ലക്ഷം രൂപ ആണ് 1 ലക്ഷത്തിന് മുകളിൽ ടാക്സ് എമൗണ്ട് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ 20,000 രൂപ, അതിൻ്റെ 10% 20,000 രൂപ സോമൻ ടാക്സ് ആയിട്ട് അടച്ചു. അതേസമയം ശശി ഈ ടാക്സ് ഒന്നും അടയ്ക്കാതെ ഊരിപ്പോകുന്നു. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. ശശി ചെയ്തത് എന്താണ്? 2020 ഏപ്രിലാണ് ശശി 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തത്. 2021 മെയ് ആയപ്പോഴത്തേക്കും ശശിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയായി. അപ്പോൾ ശശി ഒരു ദിവസം, നമുക്കൊരു സപ്പോസ് ഒരു റാൻഡം ഡേറ്റ് എടുക്കാം, 2021 മെയ് 3-ാം തീയതി ശശി ഈ 2 ലക്ഷം രൂപയും വിറ്റു. അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ശശിയുടെ അക്കൗണ്ടിലേക്ക് ഈ ബാലൻസ് എമൗണ്ട് വന്നു. ശശി വീണ്ടും ആ എമൗണ്ട്, ആ 2 ലക്ഷം രൂപ വീണ്ടും അതേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു വ്യത്യാസം ഒരു പക്ഷേ വന്നിരിക്കാം, ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂവിൽ വന്നിരിക്കാം. അപ്പോൾ ചെറിയ ഒരു മൈന്യൂട്ട് വ്യത്യാസം വന്നിരിക്കാം രണ്ടുപേരുടെ നമ്മൾ പ്രോഫിറ്റിൽ. പക്ഷേ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ശശി വീണ്ടും അവിടെ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതോടുകൂടി ശശിയും സോമനും ഉള്ള എമൗണ്ട് ഈക്വലായി വന്നു. അപ്പോൾ ഇവിടെ ശശിക്ക് കഴിഞ്ഞ ഒരു കൊല്ലം, അതായത് ഒരു വർഷവും ഒരു മാസവും ഹോൾഡ് ചെയ്തതിൻ്റെ ലാഭം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ ശശി ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 1 ലക്ഷം രൂപ ശശിക്ക് ലാഭം കിട്ടി. ഈ 1 ലക്ഷം രൂപ വരെ വരുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശശിക്ക് വേറെ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വന്നിട്ടില്ല. 1 ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഫ്രീ ആണ്. ഇതേ മെത്തേഡ് തന്നെ ശശി രണ്ടാമത്തെ കൊല്ലവും ചെയ്തു. അതായത് 2022 ജൂണിലും ശശിയുടെ ടോട്ടൽ ഫണ്ട് വാല്യൂ 3 ലക്ഷം ആയത് വിറ്റു, 3 ലക്ഷം രൂപയും വിറ്റു. അപ്പം എന്താ ശശിക്ക് ലാഭം കിട്ടിയത്? കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്ത 2 ലക്ഷം രൂപയിൽ നിന്നാണ് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ 1 ലക്ഷം രൂപ മാത്രമേ അവിടെ ശശിക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയി വരുള്ളൂ. അതുകൊണ്ട് ശശിക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ അവസാനം ഫൈനൽ ഇയർ 2023 ജൂലൈയിൽ എക്സിറ്റ് ആയപ്പം ശശിക്ക് 4 ലക്ഷം രൂപ കിട്ടി. ശശി പക്ഷേ അന്ന് ഇൻവെസ്റ്റ് ചെയ്തത്, അതായത് 2022 ജൂണിൽ റീഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. അപ്പോൾ അവിടെ ശശിക്ക് 1 ലക്ഷം രൂപ മാത്രമേ ലാഭമായിട്ട് കാണിക്കേണ്ടി വന്നുള്ളൂ. ശശി അവിടെ ലാഭം 1 ലക്ഷം രൂപയിൽ താഴെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ആയതുകൊണ്ട് ശശിക്ക് ടാക്സ് അടയ്ക്കേണ്ടി വന്നില്ല. ഇങ്ങനെ ശശി പ്രോഫിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ട് ശശിക്ക് അവിടെ ടാക്സ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ നമുക്ക് കുറച്ചധികം ക്യാപിറ്റൽ ഗെയിൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 1 ലക്ഷം രൂപയിൽ ഒരു കുറച്ച് എമൗണ്ട് താഴെ നിൽക്കുന്ന രീതിയിൽ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കുറയ്ക്കാം. അതായത് അവസാനം ഒരുമിച്ച് ബുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ്, ഒരു ടാക്സ് ബേർഡൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് കൺസിഡർ ചെയ്യുന്ന പ്രോഫിറ്റ് വരുന്നത് നമ്മൾ വിത്തിൻ എ ഫിനാൻഷ്യൽ ഇയർ, അതായത് ഏപ്രിൽ ടു മാർച്ച് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അത് ബുക്ക് ചെയ്ത് 1 ലക്ഷത്തിൽ താഴെ നിർത്താൻ. അങ്ങനെ നിർത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമുക്ക് ചിലപ്പോൾ ചെറിയൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ദിവസം ഇത് നമ്മൾ ബുക്ക് ചെയ്ത് അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് നമ്മളത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു സമയത്തിനിടയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ വലിയൊരു അപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെറിയ റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം തള്ളിക്കളയേണ്ടതില്ല. അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഫണ്ടിൻ്റെ വാല്യൂ 2 ദിവസത്തിനുള്ളത് നമ്മൾ ബുക്ക് ചെയ്തതിന് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വാങ്ങുമ്പോൾ ഒരുപക്ഷെ വാല്യൂ കുറഞ്ഞും വരാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഉണ്ടാകാം.